പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും നീണ്ടകരയിലും 3 പേർക്കായുള്ള കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഷിജിനായി വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിയുള്ള തെരച്ചിൽ വൈകുന്നു. മുങ്ങൽ വിദഗ്ധർ ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല. വാക്കുകള് ഇവിടെ 5 മണിക്ക് എല്ലാരും വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ശരി, ഫിഷറീസിന്റെ പ്രതിനിധികളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ചോദിച്ച സ്കൂബ ടീമിനെ ഇവര് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവര് വിളിച്ച് ചോദിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇവരിപ്പോ ഇന്ന് വന്നാലും അവർക്ക് ഇവിടെ കടലിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അവർ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയെങ്കിലും അവർ ഇറങ്ങുമെന്നാണ് ഇതുവരെയ്ക്കും പറഞ്ഞിരിക്കുന്നത്. അവരെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നെന്ന് ഇവര് പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാരും വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നു. വിപരീതമെന്ന് പറയാനായിട്ട് അങ്ങനെ 5:45 ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞതാ. ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. അവര് പറഞ്ഞു ഇപ്പൊ വരുന്നതോ അങ്ങനെ പറയുന്നതല്ലാതെ വേറെ ഒരു ഇതുമില്ല. അങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂബ ടീമിനെ ഇറക്കണം. അപ്പൊ ഇവരിപ്പോഴും വിളിച്ചോണ്ടിരിക്കും. പക്ഷെ സ്കൂബ ടീമിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ. ഇവരാരെയും വിളിച്ചിട്ടില്ലായിരുന്നു. ഇവരാരെയും വിളിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഇവര് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മൾ ഇവിടുന്നുള്ള മത്സ്യത്തൊഴിലാളികളൊക്കെ തയ്യാറാണ്. ഞങ്ങളതുകൊണ്ട് വള്ളം നിങ്ങൾ കണ്ടതല്ലേ. ഞങ്ങൾ ബാക്കി കുറെ പേര് കടലിൽ കിടപ്പുണ്ട്. പിന്നെ ഇവരുടെ കൂടെ ഇറങ്ങാനായിട്ട് ഒരു വള്ളം ഇവിടെ വന്ന് കിടന്നതാണ്. അപ്പൊ ഇപ്പൊ ഇവരാരും ഇറങ്ങാത്തോണ്ട് ഞങ്ങളുടെ വള്ളം ഇറക്കി ഞങ്ങൾ പോയിട്ടുണ്ട്. നിങ്ങൾ പോയി പരിശോധിക്കാൻ പോവാണോ? ഞങ്ങൾ ഇറങ്ങി പരിശോധിക്കാൻ പോവാണെന്നല്ല, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ്. അവരും ഉണ്ട്. ഇപ്പൊ അതാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ അവര് ഞങ്ങൾ 7 പേരുടെ ലിസ്റ്റില് കടലിൽ കുറച്ചുപേര് കിടപ്പുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് 3 പേര് അടുത്ത വള്ളത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. നടക്കുന്നുണ്ട്. സ്കൂബ ടീം വന്നാലും ഇല്ലെങ്കിലും ഞങ്ങളുടേതായ തിരച്ചിൽ നടപ്പുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ മന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ആ സ്കൂബ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളതും നോക്കി നിൽക്കുന്നു. ഫുൾ ടൈം എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ഇതിലെല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മന്ത്രി സംസാരിച്ച സമയത്ത് സ്കൂബ ടീം എത്തുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂബ ടീമിനെ ഇറക്കി സംസാരിക്കാന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ തിരയാന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ സേഫ്റ്റി നോക്കി കൂടെ കിടക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സേഫ്റ്റിക്കുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ വിദഗ്ധരായ മത്സ്യത്തൊഴിലാളികളെ ഇറക്കിയുള്ള തെരച്ചിലും വൈകുകയാണ്. മുങ്ങൽ വിദഗ്ധർ ഇതുവരെ സ്ഥലത്തെത്തിയിട്ടില്ല. കോസ്റ്റൽ പോലീസിനാണ് നിലവിൽ തെരച്ചിൽ നടത്താനുള്ള ചുമതല. നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും വിദഗ്ധ മുങ്ങൽ സംഘവും മത്സ്യത്തൊഴിലാളികളും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോണിന് വേണ്ടിയും തെരച്ചിൽ നടക്കുന്നുണ്ട്. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൽ ഗഫൂർ അല്ല എന്നർത്ഥം. അപ്പോൾ MJ പ്രതീഷും AV ജയശങ്കരും തത്സമയം ചേരുന്നുണ്ട്. ആദ്യം പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇപ്പോൾ ഷിജിന്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടു. സ്കൂബ ഡൈവേഴ്സിന് ഇനിയും അവിടെ എത്തിച്ചിട്ടില്ല. 5:45 തെരച്ചിൽ തുടരുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോഴും ആ അർത്ഥത്തിലുള്ള തെരച്ചിൽ നടക്കുന്നില്ലേ? കോസ്റ്റൽ പോലീസ് മാത്രമാണോ തെരച്ചിൽ നടത്തുന്നത്? എന്താണ് മുതലപ്പുഴയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? അരുൺകുമാർ, രക്ഷാപ്രവർത്തനത്തിൽ മുതലപ്പുഴയിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രതിസന്ധി മുങ്ങൽ വിദഗ്ധർ എത്താത്തതാണ്. നേരത്തെ ഇന്നലെ പറഞ്ഞത് ഇന്ന് രാവിലെയോടുകൂടി മുങ്ങൽ വിദഗ്ധരും ഒപ്പം തിരഞ്ഞെടുക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികളും സംയുക്തമായി തിരച്ചിൽ നടത്തുമെന്നതായിരുന്നു. പക്ഷേ അതിനായി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തി. പക്ഷേ സ്കൂബ ടീം അംഗങ്ങൾ എത്തിയിട്ടില്ല. കോസ്റ്റൽ പോലീസ് പല ആളുകളെയും ബന്ധപ്പെട്ടെങ്കിൽ കൂടിയും മോശം കാലാവസ്ഥ കാരണം ഈ കടലിൽ ഇറങ്ങാൻ പലരും മടിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ കടലാക്രമണമുണ്ട്, ശക്തമായ തിരമാലയുണ്ട്, തെളിഞ്ഞ വെള്ളമല്ല, കലങ്ങിയ വെള്ളമാണ്. അതുകൊണ്ട് തന്നെ സ്കൂബ ടീം അംഗങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങി ഈ നോക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നതാണ് പ്രധാനമായും അവർ അറിയിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആരും അത്തരത്തിൽ മുതലപ്പുഴയിൽ ഇറങ്ങി തിരച്ചിൽ നടത്താൻ തയ്യാറായിട്ടില്ല. അതാണ് നിലവിൽ ഉള്ള ഒരു പ്രതിസന്ധി. ഇന്ന് സ്കൂബ ടീം അംഗങ്ങൾ എത്തിയാൽ പോലും ഈ വെള്ളം തെളിഞ്ഞെങ്കിൽ മാത്രമേ ഈ താഴെ എത്തി പാറക്കെട്ടുകളിൽ പരിശോധന നടത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമാന്തരമായി മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നു എന്നതാണ് ഷിജിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. സ്കൂബ ടീം അംഗങ്ങൾ എത്താത്തതിൽ ഒരു അതൃപ്തി ഈ കുടുംബാംഗങ്ങൾക്കുണ്ട്. അതൃപ്തിയാണ് അല്പസമയം മുമ്പ് അവർ പ്രതികരിച്ച കാര്യവും. എന്തായാലും അധികം വൈകാതെ തന്നെ സ്കൂബ ടീം അംഗങ്ങളെ എത്തിക്കാൻ കഴിയും എന്നതാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേവിയുടെ സഹായം ഇതിനോടകം തന്നെ തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ വഴി നേവിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരും വൈകാതെ അവരുടെ ഒരു പ്രതികരണവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും കുറച്ചുകൂടി വ്യക്തത അല്പസമയത്തിനകം വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ കോസ്റ്റൽ പോലീസിന്റെ ഒരു തിരച്ചിൽ മാത്രമാണ് മുതലപ്പുഴയിൽ നടക്കുന്നത്. കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തന്നെ തുടരുകയാണ്. അതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായും നിൽക്കുന്നത്.
അരുൺകുമാർ. ഓക്കെ, പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.